നമ്മൾ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ മിനിസോ പോലുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് കിളീനെ മാത്രം കൂട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ബാക്കി ആരും അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു ഏരിയ ആണത്. കിളിക്ക് നേരെ തിരിച്ച് ഞാൻ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം അവിടെയെല്ലാം കറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേനും ഒരു വലിയൊരു നെട്ടൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. 2 എണ്ണം പോയിട്ട് ഒരു ചെറിയ സ്ലൈസ് ഓഫ് ചീസ് കേക്ക് മേടിച്ചിട്ട് വന്നു. ചീസ് കേക്ക് അല്ലെങ്കിലേ കോസ്റ്റ്ലിയാണ്. ഇത് സൂപ്പർ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ് അവരെടുത്ത് വെച്ചിരുന്നത്. സാരല്ല, പോട്ടെ, എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തിരിക്കണമല്ലോ. എക്സ്പീരിയൻസ് ആണ് മെയിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അതിനുശേഷം വീണ്ടും നമ്മുടെ റീറ്റെയിൽ തെറാപ്പിയിലേക്ക് നമ്മൾ ഇറങ്ങി. ചെറിയ 2-3 ഗിഫ്റ്റുകൾ മേടിക്കാനുണ്ട്. ഒരു കടയിൽ കയറി ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ ഇരുത്തിയിട്ട് പോയ ആൾക്കാർ അടുത്ത കട കണ്ടുപിടിച്ച് അവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പം നേരെ പോയി അത് കഴിക്കും, പിന്നെ ഇറങ്ങും, പിന്നെ അടുത്ത കട കണ്ടുപിടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോഴത്തേനും നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ സെക്യൂരിറ്റി അവിടെ പിടിച്ചു വെച്ചു. ഈ മനുഷ്യൻ ഞങ്ങളെ പുറത്തിട്ടിട്ട് ഫോണും സൈലൻ്റ് ആക്കി വേറെ പണിക്ക് പോയി. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഫൺ ടൈമായിരുന്നു. അന്ന് അവിടുത്തെ മെട്രോ ഇനാഗുറേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് അധികം ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം നമ്മൾ ലുഡോ എല്ലാം കളിച്ച് അകത്ത് നമ്മൾ പോയി. ഇവിടെ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, കാരണം തോറ്റ ശിക്ഷ കുറച്ച് കഠിനമാണ്. ആരാ ഗെയിം പ്രപ്പോസ് ചെയ്തത്? പണിഷ്മെന്റ് ആർക്കാ കിട്ടിയത്? ആരാ തോറ്റത്? ഇന്ന് പണിഷ്മെന്റിന്റെ എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റസ്റ്റ് വെർഷൻ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഈ മീൻ കറി. ബാക്കി വിശേഷം പിന്നെ പറയാം.